നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേന്ദ്ര ഏജൻസി എക്സാലോജിക്കിൽ പിടിമുറുക്കുമ്പോൾ ആ വമ്പൻ പുറത്തു ചാടും. അത് സ്വപ്ന വരെ നീണ്ടേക്കാവുന്ന കണ്ണി. കളത്തിൽ സ്വപ്ന സുരേഷ് വന്നാൽ അത് വീണയ്ക്ക് അടാറു പണി. എക്സാലോജിക്കിൽ SFIO അന്വേഷണം കടുപ്പിക്കുമ്പോൾ പിണറായിക്കും വീണയ്ക്കും ചങ്കിടിക്കുന്നത് ഈ കാര്യത്തിലാണ്. മാസപ്പടി കേസോ KSIDCയിലെ പരിശോധനയോ കർത്തയുമായുള്ള ബന്ധമോ അല്ല തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. വീണയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളിലേക്കും കൂടി അന്വേഷണം എത്തുമോ എന്നതിലാണ്. ആ വമ്പൻ പിണറായിക്കും പ്രിയപ്പെട്ടവൻ. സ്വർണ്ണക്കടത്ത് കേസിന്റെ സമയത്ത് പലപ്പോഴായി പലയിടത്തായി പൊങ്ങിവന്ന ആ പേര് വീണ്ടും ചർച്ചയാകുമോ? പിണറായിയുടെ ചങ്കാളുന്നത് അതുകൊണ്ടാണോ? സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുയർന്നപ്പോൾ ഉയർന്നുകേട്ട പേരാണ് ജെയ്ക് ബാലകുമാർ, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ഉടമ. ഈ ജെയ്ക് ബാലകുമാറും എക്സാലോജിക്കും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. അതായത് വീണയുടെ കമ്പനിയെക്കുറിച്ച് ഗൂഗിൾ ചെയ്താൽ അതിന്റെ പ്രൊഫൈലിൽ വരുന്നത് ഈ പേരാണ്. വീണയുടെ മെന്ററാണ് ജെയ്ക് ബാലകുമാർ, അതായത് എക്സാലോജിക്കിന്റെ മെന്റർ. ഈ വമ്പനാണ് അനധികൃതമായി സ്പേസ് പാർക്കിൽ വീണയ്ക്ക് നിയമനം നൽകാൻ മുന്നിൽ നിന്ന് കളിച്ചത്. സർക്കാർ സ്ഥാപനത്തിൽ സ്വപ്ന കയറിപ്പറ്റിയതിന്റെ വേര് തപ്പിച്ചെന്നപ്പോൾ അവിടെ വീണയുടെയും ജെയ്ക് ബാലകുമാറിന്റെയും പേരുകൾ ഉയർന്നു വന്നു. അന്ന് ആ വിവാദം തണുപ്പിക്കാൻ CPM ഒന്നടങ്കമാണ് രംഗത്തുണ്ടായിരുന്നത്. ജെയ്ക് ബാലകുമാർ എന്ന പേര് പോലും ചർച്ചയാകരുതെന്ന് പിണറായി പിടിവാശി പിടിക്കണമെങ്കിൽ ചെറിയ മീനല്ല ജെയ്ക്ക്. ജെയ്ക് ബാലകുമാറിന്റെ പേര് ചർച്ചയാക്കിയത് മാത്യു കുഴൽനാടൻ MLA ആണ്. വീണയുടെ കമ്പനിയുടെ മെന്ററാണ് ജെയ്ക്ക്. എന്നാൽ സ്വപ്നയുടെ സ്പേസ് പാർക്കിലെ നിയമനം വിവാദമായതിന് തൊട്ടു പിന്നാലെ കമ്പനി രേഖകളിൽ നിന്നും മെന്റർ എന്നത് ഡിലീറ്റ് ചെയ്തു. ഇത് നിയമസഭയിൽ ചോദ്യം ചെയ്തതും പിണറായി വിജയനെ വെള്ളം കുടിപ്പിച്ചതും മാത്യു കുഴൽനാടനാണ്. വീണയുടെ കെയർ ഓഫിൽ പല വലിയ പദ്ധതികളും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് പോയിട്ടുണ്ട്. ഇവരെല്ലാം ചേർന്ന് കേരളം അടപടലം വിഴുങ്ങി എന്നതാണ് വാസ്തവം. സ്വപ്നയെ സ്പേസ് പാർക്കിൽ നിയമിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ്? ആർക്ക് വേണ്ടിയാണ് സ്വപ്നയെ കളത്തിലിറക്കിയത്? ഇതെല്ലാം ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. ജെയ്ക്കിന്റെ പേര് വിവാദങ്ങളിലേക്ക് വരാതിരിക്കാൻ പിണറായി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ അതിനെയും വെട്ടി കുഴൽനാടൻ ജെയ്ക്ക് എന്ന പേര് പലതവണ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ വെബ്സൈറ്റിൽ ജെയ്ക് ബാലകുമാറിനെ കുറിച്ച് നേരത്തെ നൽകിയതും പിന്നീട് നീക്കം ചെയ്തതുമായ വിവരണത്തിന്റേത് വെബ് ആർക്കൈവ്സിൽ നിന്നെടുത്ത് മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനം നടത്തി പ്രദർശിപ്പിച്ചിരുന്നു. നേരത്തെ സ്വർണ്ണക്കടത്ത് വിവാദം ഉയർന്ന സമയത്തും ഇതേ സ്ക്രീൻഷോട്ട് VT ബൽറാം അടക്കമുള്ളവർ പങ്കുവച്ചിരുന്നു. ഷിക്കാഗോ കേന്ദ്രീകരിച്ചുള്ള ബാലകുമാർ ലോകത്തെ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒന്നിലെ ടെക്നോളജി സ്ട്രാറ്റജി ഡയറക്ടറാണ്. എക്സാലോജിക്കിൽ ജെയ്ക്കിന്റെ ഇടപെടൽ വളരെ വ്യക്തിപരമായ തലത്തിലാണ്. ഇൻഡസ്ട്രിയിലെ വിവിധ തലത്തിലുള്ള അദ്ദേഹത്തിന്റെ അറിവുകൾ അനുസരിച്ച് സ്ഥാപകർക്ക് മാർഗനിർദ്ദേശം നൽകുകയും വഴികാട്ടുകയും ചെയ്യുന്നു എന്നാണ് ജെയ്ക് ബാലകുമാറിനെ കുറിച്ച് എക്സാലോജിക്കിന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്നത്. എക്സാലോജിക് കമ്പനിയെക്കുറിച്ചല്ലേ മെന്റർ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് സ്ഥാപകരെ കുറിച്ചാണ് ഈ കമ്പനിയുടെ സ്ഥാപകയും MDയും വീണ വിജയനാണ് എന്നുമായിരുന്നു കുഴൽനാടന്റെ മറുപടി. പിന്നീട് PWCയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നതോടെ ഇത് നീക്കം ചെയ്തെന്നാണ് ആരോപണം. 170 തവണയാണ് വെബ്സൈറ്റിൽ മാറ്റം വരുത്തിയതെന്നും വിവാദങ്ങൾക്ക് പിന്നാലെ എക്സാലോജിക്കിന്റെ വെബ്സൈറ്റ് ഡൗൺ ആയി എന്നും കുഴൽനാടൻ അന്ന് പറഞ്ഞിരുന്നു. വിവാദമായപ്പോൾ എന്തിനാണ് ജെയ്ക്കിന്റെ പേര് വെബ്സൈറ്റിൽ നിന്ന് മാറ്റിയത്? അത് പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ അതിന്റെ ഉദ്ദേശം ജെയ്ക്ക് എന്ന പേര് ചർച്ചയാകരുത് എന്നത് തന്നെയാണ്. കേന്ദ്ര അന്വേഷണ സംഘം എക്സാലോജിക്കിൽ അന്വേഷണം നടത്തുമ്പോൾ മെന്ററും തൂങ്ങും. കമ്പനിയുമായി ബന്ധപ്പെട്ട പലർക്കും കുരുക്കും മുറുകും. ജെയ്ക്കിന്റെ പേര് പുറത്തു വരുന്നതിനെ പിണറായിയും മകളും ഭയക്കുന്നുവെന്നാണ് അടക്കം പറച്ചിൽ. അതിന് കാരണം സ്വപ്നയിലേക്ക് എത്തുന്ന ലിങ്ക് ആയതുകൊണ്ടാണ്. സ്വപ്നയും വീണയും തമ്മിൽ എന്താണ് ബന്ധം? ഇന്നിപ്പോൾ വലിയ ശത്രുക്കളാണ് ഇരുവരും. വീണയുടെ നാശം കാണാൻ ഇറങ്ങിയിരിക്കുന്നത് സ്വപ്നയാണ്. ഇവരുമായി ജെയ്ക്കിന് എന്താണ് ബന്ധം? സ്വർണ്ണക്കടത്തുമായി ഈ കേസുകൾക്ക് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എല്ലാത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതുമുണ്ട്. ഇപ്പോഴും സ്വർണ്ണക്കടത്ത് കേസ് എവിടെയും എത്തിയിട്ടുമില്ല. എക്സാലോജിക്കിൽ നടന്ന തട്ടിപ്പ് പുറത്തു വരുമ്പോൾ ഇതിനെല്ലാം ഉത്തരമുണ്ടാകും. പക്ഷേ ആ തട്ടിപ്പ് പുറത്തു വരുമോ ഇല്ലയോ എന്നതാണ് മറ്റൊരു ചോദ്യം.
ഇതൊരു വലിയ ലോബി തന്നെയാണ്. കോടികൾ തട്ടിക്കാൻ തുടങ്ങിയ ഒരു കറക്ക് കമ്പനി മാത്രമാണ് എക്സാലോജിക്. അതിന്റെ പിന്നാമ്പുറത്ത് നടന്നിരിക്കുന്നത് ഒരുപക്ഷെ കേരളം പോലും ഞെട്ടുന്ന, അല്ലെങ്കിൽ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുംഭകോണമായിരിക്കും. ഭയപ്പാടിൽ തന്നെയാണ് വീണ. കർണാടക ഹൈക്കോടതിയിലേക്ക് വെച്ചു പിടിച്ചതും ഈ പേടിയിലാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.